മെസ്സിയെ വധിക്കാൻ ലക്ഷ്യമിട്ട് ഗൂഢാലോചന നടത്തിയതായി US പോലീസ് റിപ്പോർട്ട്. ബോംബുകൾ ശരീരത്തിൽ വെച്ച് കെട്ടി ജോർദാൻ അർജന്റീന മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് കടന്നു കയറാനായിരുന്നു പദ്ധതി. ആക്രമണം നടത്താൻ തയ്യാറായ ആൾ തന്നെ ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഈ കൃത്യത്തിന് തയ്യാറായ ആൾ തന്നെയാണ് സമൂഹമാധ്യമത്തിലൂടെ ഈ വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ഏതെങ്കിലും അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ? മറ്റ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? ഇയാളുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭീകരരുമായുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്തരം നീക്കങ്ങളെ സംബന്ധിച്ചോ ഉള്ള റിപ്പോർട്ടുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയം എന്ന് പറയുന്നത് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ തന്നെയാണ് ഒരു ആക്രമണം നടത്താനുള്ള നീക്കം പുറത്തുവിട്ടത്. മറ്റൊരു ആക്രമണം നടത്താനുള്ള നീക്കം ഡല്ലസ് എയർപോർട്ടിലെ വിഭാഗങ്ങളെ അല്ലെങ്കിൽ സുരക്ഷാ വിഭാഗങ്ങളെ ഫോണിൽ അറിയിക്കുകയായിരുന്നു മറ്റൊരു സംഭവം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അർജന്റീനയും ജോർദാനുമായി നടക്കാനിരിക്കുന്ന ആ മത്സരവേളയിൽ സ്റ്റേഡിയത്തിൽ കടന്നു കയറി ആക്രമണം നടത്താൻ 3 ബോംബുകളുമായി 3 പേർ തയ്യാറായിരിക്കുന്നു, തോക്കുകളുമായി തയ്യാറായിരിക്കുന്നു എന്ന നിലപാടാണ്, ഒരു വിശദീകരണം ഉൾക്കൊള്ളുന്ന ഒരു ഫോൺ കോളാണ് ആദ്യം ലഭിച്ചത് എന്നാണ് ഈ ലീക്കായ പോലീസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത്. ഒരു സ്പാനിഷ് പത്രത്തിലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരികയും ചെയ്തത്. തുടർന്ന് അങ്ങോട്ട് മറ്റു വാർത്തകളിലും ഇത് വളരെ കൃത്യമായ പുറത്തു വരികയായിരുന്നു. മറ്റൊരു ആക്രമണ പദ്ധതി ഉണ്ടായിരുന്നത് ഈജിപ്തുമായുള്ള ആ മത്സരവേളയിലായിരുന്നു. ഈജിപ്തുമായുള്ള മത്സരവേളയിൽ 2 ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒന്ന്, ഒരു ആത്മഹത്യാ ബോംബായി 4 ബോംബുകൾ ശരീരത്തിൽ വെച്ച് കെട്ടി ആക്രമണം നടത്താനുള്ളൊരു നീക്കം നടത്തുന്നതെന്നാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചത്. മറ്റൊന്ന്, അതേ സ്റ്റേഡിയത്തിൽ തന്നെ ഈ മാലിന്യങ്ങൾ തള്ളുന്ന ചവറ്റുകുട്ടയിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു എന്നാണ് അറിയിച്ചത്. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. FBI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തു. അത്തരം സംഭവങ്ങളൊന്നും തന്നെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടകരമായ സാധ്യതകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന റിപ്പോർട്ടുകളും എന്ന ഒരു നിരീക്ഷണവും അന്തിമ റിപ്പോർട്ടും പോലീസ് നൽകിയതും ഇത്തരത്തിൽ പുറത്തു വന്ന ലീക്കായി വന്ന അല്ലെങ്കിൽ അനൗദ്യോഗികമായി പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങളിൽ മെസ്സിയെ മാത്രമായിരുന്നു ടാർഗറ്റ് ചെയ്തത് എന്നും മെസ്സിയാണ് ഇത്തരത്തിൽ ഫുട്ബോൾ കളിക്കാരിൽ ഏറ്റവും കൂടുതൽ ഭീകരർ ലക്ഷ്യമിടുന്ന ഒരു താരമെന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. നീലിമ. ശരി ഐസൺ, മെസ്സിയെ വധിക്കാൻ ലക്ഷ്യമിട്ട് ഗൂഢാലോചന നടത്തിയതായി US പോലീസ് റിപ്പോർട്ട്. ബോംബുകൾ ശരീരത്തിൽ വെച്ച് കെട്ടി ജോർദാൻ അർജന്റീന മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് കടന്നു കയറാനായിരുന്നു പദ്ധതി. ആക്രമണം നടത്താൻ തയ്യാറായ ആൾ തന്നെ ഇക്കാര്യം സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്.